കോഴാരോപണം ഉന്നയിച്ച പരാതിക്കാരന്റെ വീട്ടിൽ അമ്മയ്ക്കും മകനുമൊപ്പം സമരമിരിക്കുകയാണ് പ്രമോദ് കൂട്ടുള്ളി. സാനിയോ മനോബിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, ഇപ്പോൾ വലിയൊരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. CPM നിന്നും പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു പ്രമോദ് കൂട്ടുള്ളി. എന്നാൽ തന്റെ ആരോപണങ്ങൾ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തന്നെ പ്രമോദ് കൂട്ടുള്ളി ശക്തമായ സമരത്തിന് തന്നെ പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതേസമയം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട് PSC കോഴ വിവാദവുമായി ബന്ധപ്പെട്ടല്ല ഈ നടപടി, അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ള കാരണം കൊണ്ടാണ് പ്രമോദ് കൂട്ടുള്ളി പുറത്താക്കിയത് എന്നുള്ളൊരു വിശദീകരണം കൂടി നൽകുന്നുണ്ട്. അതെ, പ്രമോദ് കോട്ടുള്ളി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം സമരം ഇപ്പോൾ 1 മണിക്കൂർ കഴിയുകയാണ്. അതായത് പണം വാങ്ങിച്ചു, പണം കൊടുത്തു എന്ന് പറയപ്പെടുന്നയാൾ പ്രമോദ് കോട്ടുള്ളി തന്നെ ആരോപിക്കുന്ന ശ്രീജിത്തിൻ്റെ വീടിന് മുൻപിലാണ് പ്രമോദ് കോട്ടുള്ളിയും അമ്മയും അതുപോലെ മകനും ഇപ്പോൾ സത്യാഗ്രഹം ഇരിക്കുന്നത്. ആർക്ക് പണം കൊടുത്തു, എന്തിനു വേണ്ടി പണം കൊടുത്തു, എത്ര രൂപ കൊടുത്തു തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. വളരെ കൃത്യമായൊരു നടപടിയിലേക്ക് കടന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് പാർട്ടി തന്നെ പുറത്താക്കിയത്, താനൊരു പാർട്ടി കുടുംബം എന്ന തരത്തിൽ താൻ മരിച്ചു എന്ന്, പാർട്ടി കുടുംബമായതിൻ്റെ സാഹചര്യത്തിൽ താൻ മരിച്ചു എന്നുള്ള തരത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഏത് വിഷയത്തിലാണ് നിങ്ങളോട് വിശദീകരണം തേടിയത് പാർട്ടി? ഈ ഒരു കോഴ ആരോപണത്തിലായിരുന്നോ വിശദീകരണം തേടിയത്? അതായത് എന്നോട് വിശദീകരണം നേടിയ സാധനത്തിൻ്റെ ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ആ സാമ്പത്തികമായ ഇടപാടുമായി നടത്തിക്കൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്: പ്രമോദ് എന്ന് പറഞ്ഞ ആൾ ഈ പറഞ്ഞ പണം ആർക്ക് കൊടുത്തു, എന്ത് കൊടുത്തു എന്നുള്ള വിശദമായ വിവരം കിട്ടണം. സാമ്പത്തികമായുള്ള കാര്യത്തിലാണ് വിശദീകരണം ചോദിച്ചതെങ്കിൽ അങ്ങനെയല്ല പുറത്താക്കിയതെന്നാണ് പാർട്ടി പറയുന്നത്. അങ്ങനെയല്ലെങ്കിൽ എന്തിനാണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എന്തിനാണെന്ന് പറയണം. ആ പറഞ്ഞതിൻ്റെ രേഖകളും അതിൻ്റെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തിനിടപെട്ടു, ഞാൻ എന്താണ് ഒരു മനുഷ്യനെ സഹായിച്ചു കൊടുത്തത്, ഈ പറഞ്ഞ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടിനോ ഒക്കെ ഓരോ മനുഷ്യൻ്റെയും ജീവിത പ്രയാസങ്ങൾ അതിൻ്റെ ബാക്കിലുണ്ട്. അങ്ങനെ ഒരു ജീവിത പ്രയാസമുള്ള ഒരു മനുഷ്യനെ ഞാൻ സഹായിച്ചാണെങ്കിൽ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാൻ തിരുത്തും, ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. പക്ഷേ 22 ലക്ഷം രൂപ കോഴ കൊടുക്കാൻ മാത്രം ശേഷിയുള്ള ഒരു മനുഷ്യനാണോ ഞാൻ എന്ന് പറയണം. ഈ 22 ലക്ഷം രൂപ കോഴ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ വാർത്ത വരുന്നു. ആരാണ് പാർട്ടിയെ ഈ സമൂഹ മധ്യത്തിനുള്ളിൽ വാർത്തകൾ കൊടുത്ത് അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളത്? ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്, പരാതിക്കാരനില്ല, ആര് പരാതി കൊടുത്തു എന്ന് പറയണ്ടേ? അതാണ് അദ്ദേഹം പറയുന്നത്. ആരാണ് പരാതി കൊടുത്തത് എന്ന് പറയണം. തന്നോട് കൃത്യമായി വിശദീകരണം തേടിയത് 22 ലക്ഷം രൂപ കോഴ കൊടുത്തു എന്നുള്ള സംഭവത്തിലാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ എന്തിനാണ് പുറത്താക്കിയതെന്ന കാര്യം പാർട്ടി പറയുന്നില്ല. അത് പറയണം എന്നാണ് പ്രമോദ് കോട്ടുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. കൂടാതെ ഈ സമരത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് എപ്പോൾ എങ്ങനെ, അതായത് ശ്രീജിത്ത് പണം കൊടുത്തിരുന്നെങ്കിൽ ആർക്ക്, എപ്പോൾ, എന്തിനാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ അവർ പ്രമോദ് കോട്ടുള്ളിയും അമ്മയും സമരസ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവർക്ക് സുഖമില്ലാത്ത ഒരു സ്ത്രീ കൂടിയാണ് പ്രമോദിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് അധിക നേരം ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മൈക്ക് വെക്കട്ടപ്പ, അവർക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ താൻ സ്വയമേവ പോവുകയോ ചെയ്യുമെന്നാണ് പ്രമോദ് പറഞ്ഞിരിക്കുന്നത്. കാരണം അമ്മയുടെ ആരോഗ്യസ്ഥിതി താൻ കണക്കാക്കേണ്ടതുണ്ട് എന്നും പ്രമോദ് ഇപ്പോൾ പറയുന്നു. ചെയ്തിട്ട് നിങ്ങൾ ഇതൊരു പ്രതിഷേധമായിട്ട് കാണരുത്. ഓക്കെ, ഞാൻ പ്രതിഷേധിച്ചൊക്കെ കണ്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രതിഷേധം, എൻ്റെ കാര്യം ഇതൊരു ഒരു മകൻ്റെ, അതായത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മകൻ്റെ മാത്രം പ്രശ്നമാണ്, ഒരു അച്ഛൻ്റെ പ്രശ്നമാണ്. മനസ്സിലായോ? ഒരു മകൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള, മകൻ കള്ളനല്ല എന്ന് അമ്മയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. ഈ മാഫിയക്കാരുമായിട്ട് ബന്ധമില്ലാത്ത, മാഫിയയുടെ സഹായമില്ലാത്ത ഒരു പച്ച മനുഷ്യന് ഇവിടെ ജീവിച്ചു പോകണം. മനസ്സിലായോ? ഇവിടെ ജീവിച്ചു പോകാൻ ആവശ്യമായ സംവിധാനമുണ്ട്. ഞാനിപ്പോൾ എഴുന്നേറ്റത്, ഇപ്പോൾ നിങ്ങൾ ഞാൻ അനുഭവിക്കുന്ന കുറേ ഈ സാഹചര്യത്തിനകത്ത് എൻ്റെ മകൻ, എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചില ആരോഗ്യകരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു സമരമല്ല. ഇത് ഞാൻ പറയാം, നീതി കിട്ടണം. ഒരു നാട്ടിൽ ജനകീയ പ്രവർത്തനം സംഘടിപ്പിച്ചതിന്, ഒരു നാട്ടിലൊരു ആൾക്കാരെ സംഘടിപ്പിച്ച ഒരു കോട്ടുള്ളി ഫെസ്റ്റ് സംഘടിപ്പിച്ചതിന്, തെരുവിലെ മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തതിന്, ഈ പറയുന്ന നാട്ടിൽ കോവിഡ് കാലത്ത് ചക്ക വിറ്റിട്ട് 10,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തതിന്, നാട്ടിലുള്ള മാങ്ങ മുഴുവൻ പറിച്ചിട്ട് എല്ലാ വീട്ടിലേക്കും അച്ചാർ കൊടുത്തതിന്,
എല്ലാ മുതിർന്ന പൗരന്മാരെയും ഏറ്റവും നല്ല ആദരിക്കുന്ന രീതിയിൽ ചെയ്തതിന് ഒരു ആൾക്കാർ അമ്മയൊക്കെ നമ്മുടെ ഈ പറഞ്ഞതിനൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ അനുഭവിച്ച് പോകേണ്ടതുണ്ടോ? ഇതൊരു പച്ചയായ മനുഷ്യൻ്റെ സമൂഹത്തിനോടുള്ള ചോദ്യമാണ്. മനസ്സിലായില്ല? ദയവ് ചെയ്തിട്ട് എന്നെ മാഫിയക്കാരനാക്കരുത്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയാണ്, ഈ കോഴിക്കോട് നഗരത്തിനകത്ത് ഞാൻ ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റോ കെട്ടിടം വിട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കച്ചവടമോ മറ്റെന്തെങ്കിലും വാക്കുകളോ ഉണ്ടെങ്കിൽ പ്രമോദ് നടത്തിയിട്ടുണ്ടെങ്കിൽ പറ. അല്ല, ഈ തുടരുന്നതിൻ്റെ പ്രശ്നമുണ്ടല്ലോ, ആ തുടരുന്നതിൻ്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. അത് എനിക്ക് പറയാൻ പാടില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ അമ്മയുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ മകൻ, ഇതൊക്കെ അത് ഞാൻ പിന്നീട് നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു കാര്യം ഞാൻ പറയാം, അതായത് മരിച്ചു വീഴുന്നത് വരെ ഈ 22 ലക്ഷം രൂപ പ്രമോദ് വാങ്ങിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഏതൊക്കെ പോരാട്ടമുണ്ടോ ആ പോരാട്ടത്തിനകത്തൊക്കെ പോവും. ഇതെന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ 14 വയസ്സ് മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ ഇങ്ങനെ കളങ്കപ്പെട്ടു പോകാൻ പാടില്ല. എന്നെപ്പോലത്തെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ ഇങ്ങനെ സാധാരണ മനുഷ്യനെ, ഒരു മനുഷ്യൻ്റെ പ്രയാസം വരുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ അവരുടെ മതവും ജാതിയും നോക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കകത്ത് സഹായിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സാഹചര്യങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുന്നത് എൻ്റെ മാത്രം മാന്യതയുടെ ഭാഗമാണ്. അത് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തുവിടാൻ പാടില്ല. ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്ത് പറയണം? എന്തിനിത് ചെയ്തു, എന്തിനൊരു മനുഷ്യനോട് ഇത് ചെയ്തു, അത് പറയണം. ആ പറയാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനത്തിനകത്ത് മാത്രമേ മുന്നോട്ട് പോകൂ. ഇപ്പോൾ ഞാനിത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കല്ല. എൻ്റെ ജീവനായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെ, അമ്മേൻ്റെ ശാരീരിക അവസ്ഥയുണ്ട്, എൻ്റെ മകനുണ്ട്, ഒക്കെ ഉണ്ട്. ശരി. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ, പാർട്ടി തനിക്കെതിരെ എടുത്ത നടപടി അത് എന്ത് കാരണം കൊണ്ടാണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കണമെന്നും പ്രമോദ് കോട്ടൂളി ഇപ്പോൾ പറയുന്നുണ്ട്. കോഴ ആരോപണം ഉന്നയിച്ച പരാതിക്കാരന്റെ വീടിന് മുന്നിലാണ് പ്രമോദ് കോട്ടൂളിയും അമ്മയും മകനുമൊപ്പം സമരമിരിക്കുകയായിരുന്നു. സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, ഇപ്പോൾ മടങ്ങുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? അതായത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അതുപോലെ മകൻ്റെയും ഒക്കെ ശാരീരിക അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് താനിപ്പോൾ മടങ്ങുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരിക്കലും ഒരു സമരമല്ല, തനിക്ക് മറുപടി കിട്ടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് താൻ ഉന്നയിക്കുന്നത്. അതായത് ആര് പണം കൊടുത്തു, എപ്പോൾ പണം കൊടുത്തു, എത്ര രൂപ കൊടുത്തു, ഇതിന് തെളിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായി, അതിന് മറുപടി കിട്ടുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് താനിപ്പോൾ ഈ സമരമല്ല, ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതൊരിക്കലും ഒരു സമരമല്ല, മറിച്ച് ഇത് തൻ്റെ ആവശ്യമാണ് തെളിയിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളടക്കം പരിഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പ്രമോദ് കോട്ടൂളി ഉയർത്തുന്ന ചോദ്യങ്ങൾ വലുതാണ്. അതായത് അദ്ദേഹത്തിനോട് വിശദീകരണം തേടിയത് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയതുമായി സംബന്ധിച്ചാണ്. പക്ഷേ പാർട്ടി പുറത്താക്കുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമടക്കമാണ് പുറത്താക്കുമ്പോൾ പറയുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് എന്തിനാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്, താൻ നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ, അതായത് കോവിഡ് കാലത്തും അല്ലാതെയുമൊക്കെ താൻ നടത്തിയ നല്ല പ്രവർത്തനങ്ങളുടെ പേരിൽ ആണോ തന്നെ ഇപ്പോൾ ഇങ്ങനെ വേട്ടയാടുന്നത്? തന്നെ മാഫിയക്കാരനാക്കരുത്. നമ്പിനാരായണൻ വേട്ടയാടപ്പെട്ടതിന് തുല്യമായുള്ള വേട്ടയാടലാണ് തനിക്ക് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇതിന് ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂടി കേൾക്കുന്നല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് റിയാസ് തൻ്റെ സഹോദര തുല്യനാണ്, സഹോദരൻ മറ്റൊരു സഹോദരനെ ബലിയാടാക്കില്ല എന്നാണ് താൻ കരുതുന്നത് എന്നാണ്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തന്നെ പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം ഇവിടെ ഇരുന്നതിന് ശേഷം, അതായത് ശ്രീജിത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീജിത്തിനോട് വിശദീകരണം തേടണമായിരുന്നു. അങ്ങനെയാണ് താൻ ഈ ഒരു സമരവുമായി ശ്രീജിത്തിൻ്റെ വീടിന് മുന്നിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നു. പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരി, തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടി അത് എന്തിനെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കണമെന്നാണ് പ്രമോദ് കോട്ടൂളിയുടെ ആവശ്യം. ഇപ്പോൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് മടങ്ങിയിരിക്കുകയാണ്. സാനിയോ മനോമിയാണ്